ഹായ് മക്കളെ, 10ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ അടുത്ത +1 കഴിയും, അത് കഴിഞ്ഞ് +2 കഴിഞ്ഞിട്ട് വാട്ട് ഈസ് യുവർ പ്ലാൻ? ഇപ്പോഴേ ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവണം എന്നില്ല, പക്ഷേ ആക്ച്വലി നമ്മൾ ഇപ്പോഴേ ചിന്തിക്കണ്ടേ? എങ്ങനെയാണ് നമ്മൾ ട്രാക്ക് പോകേണ്ടത്, എവിടെയാണ് നമ്മൾ ചെന്ന് എത്തേണ്ടത് എന്നൊരു കറക്റ്റ് ആയിട്ടുള്ളൊരു ലക്ഷ്യബോധം നമുക്ക് ഇപ്പോഴേ വേണ്ടേ? യെസ്, അതിന് നിങ്ങൾക്ക് സഹായിക്കുന്ന കുറച്ച് ടിപ്സ് പറഞ്ഞു തരാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. നമുക്ക് 12th കഴിഞ്ഞ് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഓപ്ഷനാണ് മെഡിക്കൽ ഫീൽഡിലേക്ക് പോവുക. നിങ്ങൾ ചിലപ്പോൾ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും അല്ലെ, നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി മെഡിക്കലിലേക്ക് പോവുക, ഡോക്ടർ ആകുക എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നീറ്റ് എഴുതിയിട്ട് നിങ്ങൾക്ക് മെഡിക്കൽ അലീഡ് കോഴ്സുകളിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു വഴി ചേട്ടന്മാരും ചേച്ചിമാരും പറഞ്ഞു കേൾക്കുന്നതായിരിക്കും JEE എന്ന് പറയുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷൻ അല്ലെ. സോ JEE നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ, JEE. സോ അതിന് തന്നെ 2 ഫേസ് ഒക്കെ ഉണ്ട്. എനിവേ, അത് ക്രാക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോകാൻ സാധിക്കുന്നത്. ഇത് രണ്ടേ ഉള്ളൂ, വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? ഓഫ് കോഴ്സ് ഉണ്ട്. നമുക്കറിയാം നമ്മുടെ ഡിഗ്രി പ്രോഗ്രാമുകൾ അല്ലെ, BSc ഫിസിക്സ്, BSc കെമിസ്ട്രി എന്നൊക്കെ പറയുന്ന ഒരുപാട് ഡിഗ്രി പ്രോഗ്രാംസ് ഉണ്ട്. അത് സയൻസ് മാത്രമല്ല, അതിനകത്ത് തന്നെ നമുക്ക് ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകൾ വരുന്നുണ്ട്, കൊമേഴ്സ് സബ്ജക്റ്റുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ BSc കോഴ്സുകളുണ്ട്, അതായത് നമ്മുടെ സാധാരണ ഡിഗ്രി കോഴ്സുകൾ. പ്രൊഫഷണൽ അല്ല, നോൺ പ്രൊഫഷണൽ കോഴ്സുകളായിരിക്കും ഇതെല്ലാം. സോ ഇത്തരത്തിലുള്ള കോഴ്സുകളിലേക്ക് എങ്ങനെയാണ് അഡ്മിഷൻ? സാധാരണഗതിയിൽ നമുക്കറിയാം നമ്മുടെ 12th മാർക്കിനനുസരിച്ചായിരിക്കും അഡ്മിഷൻസ് പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കോഴ്സ് കൊടുക്കുന്ന വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമ്മുടെ ഇന്ത്യയിലുണ്ട്. നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊക്കെ പറയുന്ന, അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഡൽഹി യൂണിവേഴ്സിറ്റികൾ പോലെയുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. ഈ യൂണിവേഴ്സിറ്റികളിലും നമ്മുടെ +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ അഡ്മിഷൻസ്? അല്ല. അത്തരത്തിലുള്ള വളരെ എസ്റ്റീംഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ അവിടെ പഠിച്ചിറങ്ങുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു അഭിമാനമാണ്. നമ്മുടെ ലൈഫ് തന്നെ അവിടെ സെറ്റിലാകും. കാരണം നമ്മൾ വേ ഓഫ് തിങ്കിങ് ഒക്കെ നമുക്ക് മാറും, നമ്മുടെ കൊളീഗ്സ് മാറും, നമ്മുടെ കൂടെ പഠിക്കുന്നവരുടെ ആ ഒരു ലിസ്റ്റ് തന്നെ മാറും. ഓക്കെ, അപ്പൊ നമ്മുടെ തോട്ട്സും നമ്മുടെ പ്രോസസ്സും ഒക്കെ ചേഞ്ച് ആകും. പക്ഷെ നമ്മൾ അത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റി ചെന്ന് എത്തിപ്പെടണ്ടേ, അവിടെ നമുക്ക് അഡ്മിഷൻ ലഭിക്കണ്ടേ? സോ അത്തരത്തിലുള്ള വലിയ യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് ഡിഗ്രി ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ട എൻട്രൻസ് എക്സാമിനേഷൻ ആണ് CUET എന്ന് പറയുന്ന കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന എക്സാമിനേഷൻ. സോ ഈ ഒരു എൻട്രൻസ് എക്സാമിനേഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് സബ്ജക്റ്റ് ആണ്, ഇപ്പോൾ ഫിസിക്സ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ സബ്ജക്റ്റിന്റെ എൻട്രൻസ് ആയിരിക്കും നിങ്ങൾ എഴുതേണ്ടി വരിക. ഒപ്പം അതിനോട് ചേർന്ന് വരുന്ന സപ്ലിമെന്ററി സബ്ജക്റ്റുകളും പിന്നെ നിങ്ങൾക്ക് ലാംഗ്വേജ് എക്സാമിനേഷനും ആയിരിക്കും നിങ്ങൾ എഴുതേണ്ടി വരുന്നത്. അത് നിങ്ങൾക്ക് ഭാവിയിൽ എത്തുമ്പോൾ, അതായത് നിങ്ങളുടെ ആ എക്സാം ടൈം ആകുമ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ തരുന്നതാണ് എന്താണ് CUET. സോ ആ ഒരു സബ്ജക്ട് കോംബോ എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിനേഷൻ എഴുതി നന്നായിട്ട് പഠിച്ച് നിങ്ങൾ എഴുതി. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താ പഠിക്കേണ്ടത്, അതിന് വേണ്ടിയിട്ട് പ്രത്യേകം പഠിക്കണം? വേണ്ട, നിങ്ങൾ +1 +2 എന്താണോ പഠിക്കുന്നത് അത് തന്നെയായിരിക്കും ചോദിക്കുക. അതിൽ തന്നെ 80-90% ചോദിക്കുന്നത് +2 സിലബസ് തന്നെ ആയിരിക്കും. സോ അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസിയാണ്, കാരണം +2 എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞതിന് ശേഷം വേഗം പോയി CUET അങ്ങ് എഴുതുക, അത് ക്രാക്ക് ചെയ്യുക. സോ അങ്ങനെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട്, എന്ന് വെച്ചാൽ അങ്ങനെ വെറുതെ ഈസി എന്നല്ല, വേണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ ആണ് CUET എൻട്രൻസ്. ഈ എൻട്രൻസ് എഴുതി നിങ്ങൾ ഈ പറഞ്ഞ ഇന്ത്യയിലെ നമ്പർ 1 ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. സോ അത്രയും കോമ്പറ്റീഷൻ ആണ് അത്തരം യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി CUET എൻട്രൻസ് എഴുതിയിട്ട് ആകെ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് ചോദിച്ചാൽ അല്ല, മറ്റൊരു കിടിലം ഓപ്ഷൻ കൂടിയുണ്ട്. നമുക്കറിയാം ഇന്ത്യയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സാണ് നമ്മുടെ BSc അഗ്രികൾച്ചറും അതിൻ്റെ അലീഡ് കോഴ്സുകളും. ഇത്തരത്തിലുള്ള BSc അഗ്രികൾച്ചറും അതിൻ്റെ അലീഡ് കോഴ്സിലായിട്ടുള്ള ഫോറസ്ട്രി, എപ്പികൾച്ചർ അല്ലെങ്കിൽ അതുപോലെ വരുന്ന ഹോർട്ടിക്കൾച്ചർ, അത്തരത്തിലുള്ള കോഴ്സുകളിലേക്കും നിങ്ങൾക്ക്, അത് പ്രൊഫഷണൽ ആണ്, നോൺ പ്രൊഫഷണൽ അല്ല, പ്രൊഫഷണൽ കോഴ്സുകളാണ്. അത്തരത്തിലുള്ള 4 വർഷം നീണ്ടു നിൽക്കുന്ന പ്രൊഫഷണൽ കോഴ്സുകളിലേക്കും ഓൾ ഇന്ത്യ കോട്ടയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ CUET മാർക്ക് ലിസ്റ്റ് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. സോ ഇങ്ങനെ വിവിധ കോളേജുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടി നടത്തുന്ന സെൻട്രൽ എക്സാമിനേഷന്റെ പേരാണ് CUET. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ച് ഈ ഡിഗ്രി കോഴ്സുകളിലൊക്കെ ജോയിൻ ചെയ്ത് നല്ലൊരു ഭാവി നമുക്ക് ലക്ഷ്യം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അതിലേക്ക് എയിം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രാക്ക് ചെയ്യേണ്ട ഒരു എക്സാമിനേഷനാണ് CUET. അതിനുവേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യൂ. ഇനി നിങ്ങൾക്ക് CUET എന്താണെന്ന് അറിഞ്ഞുകൂടാ എന്ന് പറയരുത്. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ എങ്കിൽ അവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.